നമസ്കാരം. മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭാ യോഗം ആരംഭിച്ചു കഴിഞ്ഞു. ദില്ലിയിൽ കൃത്യം 5 മണിക്ക് തന്നെ യോഗ നടപടികൾ തുടങ്ങിയിരുന്നു. ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ പ്രഥമ പരിഗണന നൽകാൻ പോകുന്ന പദ്ധതി ഏതായിരിക്കും എന്നുള്ള ചോദ്യങ്ങൾ പല കോണിൽ നിന്നും ഉയർന്നു വന്നിരുന്നു. അതിന്റെ ഉത്തരവും ഇപ്പോൾ ലഭ്യമായിരിക്കുന്നു. പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിക്ക് തന്നെയാണ് ഈ മൂന്നാം മോദി സർക്കാർ പ്രഥമ പരിഗണന നൽകുന്നത്. പദ്ധതി പ്രകാരം നിർധനരായ 2 കോടി പേർക്ക് കൂടി വീട് വെച്ച് നൽകുകയാണ്. പദ്ധതിയുടെ കേന്ദ്ര വിഹിതം 50% വരെയെങ്കിലും കൂട്ടും എന്നതിന്റെ സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഇടക്കാല ബജറ്റിലെ മറ്റ് പ്രഖ്യാപനങ്ങൾക്കും മുൻഗണന നൽകാൻ തന്നെയാണ് ഈ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിരിക്കുന്നത്. മന്ത്രിമാരുടെ വകുപ്പുകൾ ഏതൊക്കെയാണ് എന്നതിന്റെ കൃത്യമായ സൂചനകൾ കൂടി ഈ മണിക്കൂറുകളിൽ പുറത്തു വരികയാണ്. അതേസമയം തന്നെ ഈ മന്ത്രിസഭാ യോഗത്തിന് മുന്നോടിയായി ഇന്ന് രാവിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓഫീസിൽ എത്തി ചുമതല ഏറ്റിരുന്നു. മൂന്നാം ഊഴത്തിൽ അദ്ദേഹം ആദ്യം ഒപ്പുവെച്ച ഫയൽ ഏത് എന്നതിനെ കുറിച്ചുള്ള കൗതുകകരമായ ചില വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. മൂന്നാം ഊഴത്തിൽ പ്രധാനമന്ത്രിയായി തന്റെ ഓഫീസിൽ തിരികെ എത്തിയ മോദി ആദ്യം ഒപ്പുവെച്ചത് കർഷകർക്ക് ആശ്വാസമാകുന്ന ഒരു ഫയലിൽ തന്നെയാണ്. കർഷകർക്ക് ധനസഹായം നൽകുന്നതുമായി ബന്ധപ്പെട്ട ഫയലിലാണ് മൂന്നാം ഊഴത്തിൽ മോദി ആദ്യം ഒപ്പുവെച്ചിരിക്കുന്നത്. ഇത് കൃത്യമായ ഒരു സൂചന നൽകുന്നുണ്ട്. നമുക്കറിയാം, കർഷക സമരവുമായി ബന്ധപ്പെട്ട് RSSന്റെ നേതൃത്വവും മോദിയും തമ്മിൽ കാര്യമായ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിന്നിരുന്നു. ആ അഭിപ്രായ വ്യത്യാസങ്ങൾ തന്നെയാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രകടനത്തിൽ BJP പിന്നോട്ട് പോകാനുള്ള കാരണം എന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങളും ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള എല്ലാ ഊഹാപോഹങ്ങൾക്കുമുള്ള ഒരു അവസാനമാണ് ഇന്ന് മോദി കുറിച്ചിരിക്കുന്നത്. കാരണം RSS എന്ത് വിഷയമാണോ ഉയർത്തി കാണിച്ചിരുന്നത്, എന്ത് വിഷയത്തിലാണോ ആദ്യം പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടിരുന്നത്, അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്ക് തന്നെയാണ് മോദി എത്തിയിരിക്കുന്നത്. കർഷകരെ കൂടുതൽ കേൾക്കണമെന്നും കർഷകരെ കൂടുതൽ കരുതണമെന്നുമുള്ള RSSന്റെ നിലപാടിനോട് ചേർന്ന് തന്നെയായിരിക്കും ഈ മൂന്നാം മോദി സർക്കാർ ചലിക്കുക എന്നതിന്റെ ഉത്തമ ഉദാഹരണമായി കൂടി നമുക്കിതിനെ വ്യാഖ്യാനിക്കാം. ആ സന്ദേശം തന്നെയാണ് മോദി മൂന്നാം ഊഴത്തിൽ ആദ്യം നൽകിയിരിക്കുന്നതും. ഈ നേതൃത്വവുമായുള്ള എല്ലാ ചെറിയ പിണക്കങ്ങളും ഇതോടുകൂടി തീർന്നിരിക്കുന്നു എന്നുള്ള ഒരു സന്ദേശം കൂടി ആ ഫയലിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. മാത്രമല്ല, ഈ മൂന്നാം ഊഴത്തിൽ മോദി സർക്കാർ ഏറ്റവും വലിയ പ്രാധാന്യം നൽകാൻ പോകുന്നത് കർഷക സമൂഹത്തിന് തന്നെയായിരിക്കും എന്നതിന്റെ കൃത്യമായ സൂചന കൂടി ആ ഫയലിൽ ഒളിഞ്ഞിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.